അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, കാണാൻ കണ്ണ് തന്ന റബ്ബ്, സംസാരത്തിന് നാവ് തന്ന റബ്ബ്, സുബ്ഹാനല്ലാഹ് ഊണും ഉറക്കും തന്ന റബ്ബ്, ഉണർവും ഉന്മേഷവും തന്ന റബ്ബ്, എല്ലാം തന്ന റബ്ബ്. ആ റബ്ബ് തന്ന അനുഗ്രഹത്തിനുണ്ടോ കണക്ക് മുഅ്മിനീങ്ങളെ? ഞാൻ ഓർക്കുന്നു, വടകര ടൗണിലൂടെ നടന്നു വരുമ്പോ ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഒട്ടിപ്പിടിച്ച ഇലകൾ, ആ ഇലകളിൽ നിന്ന് കാക്കയും നായയും ഭക്ഷണം കഴിക്കുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്ന് ഒരു ഇലയെടുത്ത് നിലത്ത് വിരിച്ചു. മറ്റുള്ള ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം കൈകൊണ്ട് തുടച്ചെടുത്തൊരലയിൽ സമാഹരിച്ച് അദ്ദേഹം അത് വാരി തിന്നുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ ചെറുപ്പത്തിൽ കണ്ടു. ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് എത്ര അഭിമാനത്തോടെയാ ഭക്ഷണം തന്നത്. നമുക്കുണ്ടോ റബ്ബ് വല്ല വിഷമവും തന്നിരിക്കുന്നു, എന്തെങ്കിലും പ്രയാസം തന്നിരിക്കുന്നു? ഇങ്ങനെ ജീവിക്കുന്നവരും ലോകത്തുണ്ട്. എന്നാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ വളരെ വൃത്തിയുള്ള ഭക്ഷണം തന്ന റബ്ബ്, അതുപോലെ എല്ലാ അവയവങ്ങളും തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എല്ലാ നിയമത്തും ചൊരിച്ചു തന്ന റബ്ബ്, ആ റബ്ബിനെ സ്തുതിക്കേണ്ടതില്ലേ? അവനെ പുകഴ്ത്തേണ്ടതില്ലേ? അതല്ലേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. മനുഷ്യന്റെ നന്മ തൂക്കുന്ന ത്രാസിൽ നിറക്കുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. ധാരാളം ചൊല്ലേണ്ട ദിക്ർ. അതാണ് റബ്ബ് പറയുന്നു, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. തൗബ ചെയ്യുന്നവർ, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവർ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ. ഞാൻ കുട്ടിക്കാലത്ത് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു തങ്ങളെ കാണാൻ ദലായിലുൽ ഖൈറാത്ത് സലാത്തിന്റെ ഇജാസത്ത് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. മഹാനവറുകളെ കണ്ട സമയത്തൊക്കെയും കണ്ട കാഴ്ച അൽഹംദുലില്ലാഹ് 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 ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ആ നാവിലൂടെ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവിൽ തന്നെ മനസ്സിലയിച്ച് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയായി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാർ, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ, എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുന്നവരാകണം. ഒരിക്കലും അല്ലാഹു തന്ന മുസീബത്തുകൾ പറഞ്ഞു നടക്കരുത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അല്ലാഹു തന്ന മുസീബത്തുകൾ എടുത്തു പറയരുത്, അത് മൂടി വെക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനോട് നെഞ്ഞത്ത് കയ്യിന്റെ മുട്ടുകൊണ്ട് കുത്തിപ്പോയി. അല്ല, കുത്തിപ്പോയോ? വേദനിച്ചോ? ഉടനെ അവൾ ഇല്ല, വേദനയില്ല, നല്ലോണം വേദനയായിരിക്കുന്നു, പക്ഷേ അത് പുറത്തു പറയുന്നില്ല. ഭർത്താവിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഷൂ ധരിച്ച ഉസ്താദിന്റെ ഷൂ കൊണ്ട് ശിഷ്യന്റെ കാലും വെച്ച് ചവിട്ടിപ്പോയി. നല്ലോണം വേദനയായി. മോനെ ചവിട്ടിപ്പോയോ? ഇല്ല. അല്ല, വേദനയോ? ഇല്ല ഉസ്താദ്, ഇല്ല. നല്ലോണം വേദനയായിരിക്കുന്നു. ഉസ്താദ് കാണാതെ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് പോയിട്ട് ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് കാലിങ്ങനെ ഒഴിയാൻ. ഉസ്താദിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. അപ്പൊ സ്നേഹിക്കപ്പെടുമ്പോൾ, ബഹുമാനിക്കപ്പെടുമ്പോൾ, ആ ബഹുമാനിക്കുന്നവരിൽ നിന്ന്, സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് വേദനയുണ്ടാകുന്ന
വിഷമമുണ്ടാകുന്ന വിഷയം വന്നാൽ അത് പ്രകടിപ്പിക്കൂല, സ്നേഹമാ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന ഉണ്ടാകുന്ന മുസീബത്തുകൾ അത് പറഞ്ഞു നടക്കൂല. അല്ല ചെയ്ത നിഅമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പലരും നേരെ തല തിരിച്ച അല്ല ചെയ്ത നിഅമത്ത് പറയൂല, അല്ലാഹു ചെയ്ത നിഅമത്ത് പറയൂല, അത് മൂടി വെക്കും. ഉദാഹരണത്തിന് ഒരാള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് തരണം എന്ന് ഒരു മുതലാളിനോട് പോയി പറയുമ്പോ, എല്ലാ മുതലാളിമാരും ഒരുപോലെയല്ലോ, അയാൾ ഉടനെ തന്നെ ഉസ്താദേ ഇപ്പൊ സാമ്പത്തിക മാന്യാണ്, കച്ചവടമൊന്നും തീരെ ഇല്ല, ദുബായിലൊക്കെ വളരെ പോക്കാ, സുബ്ഹാനല്ലാഹ് ഇയാൾ വന്നത് 4 വിസയും കൊണ്ടാ. ഇത്ര പോക്കാണ് പിന്നെ ഇതിനാ 4 വിസയും കൊണ്ടുവന്ന ഇയാള്. പിന്നെ ഇയാളെ വിഷമങ്ങൾ ഇങ്ങനെ പറയാൻ, കച്ചവടം മുമ്പൊക്കെ ഉള്ള കച്ചവടം ഒന്നും ഇപ്പൊ ഇല്ല, എന്നാ മുമ്പ് എപ്പോഴെങ്കിലും ചെന്നപ്പോ ഇപ്പൊ നല്ല കച്ചവടം ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നോ? അത് പറഞ്ഞിട്ടില്ല. നിഅമത്ത് പറയൂല, പ്രശ്നം ഇങ്ങനെ പറയും. ഇത് മുഅ്മിനായ മനുഷ്യന് അനുയോജ്യമല്ല. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ല എനിക്ക് അങ്ങനെ തന്നു, ഇങ്ങനെ തന്നു, അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെ കിട്ടിയത് പറയണം. അഹങ്കാരത്തിന്റെ വഴിയിലല്ല, അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വഴിയിൽ പറയണം. അതേ സമയത്ത് അല്ലാഹു കൊടുത്ത മുസീബത്ത് അത് സാരമില്ല, അത് സാരമില്ല എന്ന നിലക്ക് മൂടിവെക്കണം. അതാണ് സാലിഹീങ്ങളെ പതിവ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സർവ മഹാന്മാരും അത് വിശദീകരിക്കുന്നുണ്ട്. മുസീബത്തുകൾ മൂടിവെക്കുക. ഇദാ സാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വന്നാൽ അവരെ വാക്ക് ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അവന്റെ ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നു, അവന്റെ ഭരണം, അവന്റെ ഇഷ്ടം. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് എന്ത് മുസീബത്തുണ്ടെങ്കിലും അതിനൊക്കെ അല്ലാഹു പ്രതിഫലം തരും. സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച മഹാനാരാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കള് മുഴുവനും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് വിട പറഞ്ഞു പോയില്ലേ? എത്ര വലിയ മുസീബത്താണ്. പക്ഷേ ആ മുസീബത്ത് കൊണ്ട് പല ഫലങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കതിലൂടെ വലിയ സ്ഥാനം കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, 3 കുട്ടികൾ ഒരാൾക്ക് മരിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കാൻ അത് കാരണമാണെന്ന് പറഞ്ഞപ്പോ 2 കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചില്ലേ? 2 കുട്ടി മരിച്ചാലും അതാ സ്വർഗത്തിൽ കിട്ടാൻ കാരണം തന്നെ. 1 കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ 1 കുട്ടി മരിച്ചാലും അങ്ങനെ തന്നെ. ഓ പറയട്ടെ, മുസീബത്തുകൾ കൊണ്ട് ധാരാളം ഫലങ്ങൾ അല്ലാഹു തരും. അതുകൊണ്ട് തന്നെ മുസീബത്തുണ്ടാകുന്ന സമയത്ത് പ്രയാസമുണ്ടെങ്കിലും അതിനെല്ലാം പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് ക്ഷമിക്കാനും പൊറുക്കാനും വേവലാതിപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കണം. അത് റബ്ബിനോടുള്ള സ്നേഹമാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. എന്റെ റബ്ബായി ഞാൻ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടു, അവൻ എന്ത് തന്നാലും എനിക്ക് സംതൃപ്തിയാണ്. പിന്നെയോ വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ഞാൻ ദീനായി പൊരുത്തപ്പെട്ടു.
വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂലാ. നബിയും റസൂലുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പൊരുത്തപ്പെട്ടു. 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാനാ പറഞ്ഞത്, രാവിലെയും വൈകുന്നേരവും. കാരണം അള്ളാഹുവിന്റെ മുഴുവൻ തീരുമാനങ്ങളിലും അവന്റെ മുഴുവൻ ഭരണത്തിലും സംതൃപ്തി ഉണ്ടാകുന്നതിന്റെ പുറമെ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം അത് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്ന അടിമയാണ് ആത്മീയതയുള്ള അടിമ കേട്ടോ. പടച്ചവൻ എന്ത് തന്നാലും ആ തന്നതിൽ ക്ഷമിക്കാൻ കഴിയണം, പൊരുത്തപ്പെടാൻ കഴിയണം. മനസ്സിന്റെ ഉള്ളിൽ കംപ്ലൈന്റ് പാടില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ മരിച്ചതിന്റെ പേരിൽ മുട്ടയടിച്ചാൽ അത് ഹറാമാണെന്ന് പണ്ഡിതന്മാര് പറയും. മരിച്ചതിന്റെ പേരിൽ കറുത്തത് കുത്തിയാൽ അത് പാടില്ലെന്ന് പറയും. മരിച്ചതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തിയാൽ അത് പാടില്ലെന്ന് പറയും. എന്തുകൊണ്ട്? ഇസ്ലാമിൽ ദുഃഖാചരണമില്ല. ഇസ്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തെ 2 കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആശയമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മഹാന്മാര് മുസീബത്തുകൾ മൂടിവെക്കും, നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അൽഹംദുലില്ലാഹ്. ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ അസ്സായിഹൂൻ. അള്ളാഹുവിന് വേണ്ടി എന്തും സമർപ്പിക്കണം, എന്തും ത്യജിക്കണം. മനുഷ്യൻ ഭക്ഷണം കൈയൊഴിച്ച്, വെള്ളം കൈയൊഴിച്ച്, വികാരങ്ങളൊക്കെയും കൈയൊഴിച്ച് അള്ളാഹുവിന് നോമ്പെടുക്കാൻ സന്നദ്ധരാകുന്നവർ ആത്മീയതയുള്ള മഹാന്മാരെ ലക്ഷണം ഖുർആൻ പറയുകയാണ്. അത്തായിബൂനൽ അബിദൂനൽ ഹമീദൂന സായിഹൂൻ. പിന്നെയോ അർറാകിഊന സാജിദൂൻ. റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ. നിസ്കരിക്കാത്ത മനുഷ്യന് ആത്മീയതയുമില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ വടകര തരീഖത്തുകാരെ ബുക്ക് വായിച്ചു നോക്കി. വടകര തരീഖത്ത് എന്നിട്ട് തരീഖത്ത് മലപ്പുറം ജില്ലയിലാണ് അതിന്റെ ആൾക്കാരുള്ളത്. ഞങ്ങളെ ബൈക്കൊന്നും ആരുമില്ല. പക്ഷേ ശൈഖ് അവിടെയാ ഉള്ളത്. ഈ വടകര തരീഖത്തിന്റെ തങ്ങളെ പഴയ ബുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു നോക്കി. അതിൽ പറയുന്നു 5 നേരത്തെ നിസ്കാരം ഇല്ല. പിന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അലാ സലാത്തിഹിം ദായിമൂൻ, എപ്പോഴും നിസ്കാരത്തിലായിരിക്കണം. 24 മണിക്കൂർ നിസ്കാരത്തിൽ കക്കൂസും നടക്കും. ഇതാണ് വടകര തരീഖത്തിന്റെ ബുക്കിൽ പറയുന്നത്. ഓ മുസ്ലിമീങ്ങളെ, മഹാന്മാരായ ഇമാമീങ്ങളെ വിട്ടുകൊണ്ട് ആര് ഖുർആൻ നോക്കിയോ അവര് മുഴുവനും പിഴച്ചുപോയി. പരിശുദ്ധ ഖുർആൻ ഇമാമീങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു സത്യത്തിൽ ഉറച്ചു നിന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഞാനത് വിശദമായി എന്റെ 8ാം ഖണ്ഡനത്തിൽ പറഞ്ഞിട്ടുണ്ട്. CD ഇറങ്ങുമ്പോൾ കേൾക്കാം. ഓ മുസ്ലിമീങ്ങളെ, ഖുർആനിനെ പരിചയപ്പെടുത്തിയത് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥമെന്നാണ്. എല്ലാവർക്കും സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥമെന്നല്ല. മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥം, എല്ലാവർക്കും സന്മാർഗം ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷേ അത് ലഭിക്കൽ മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ആ മുത്തഖീങ്ങളാണ് സ്വർഗത്തിൽ. ഖുർആൻ പറഞ്ഞില്ലേ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ മുത്തഖീങ്ങൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് അവരെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള
റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവരത് ആ ബിരിയാണി വെച്ച് വിളമ്പുന്നു. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തന്നെ ധാരാളമാണ്. ഓ മുസ്ലിമീങ്ങളെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പുതിയ വീടുണ്ടാക്കി താമസിക്കുന്ന ദിവസം ഞങ്ങളെ നാട്ടിലൊക്കെ നല്ല ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ട്. മലപ്പുറം ജില്ലയിലില്ലേ? എന്നാൽ നിങ്ങളത് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ അന്ന് ബിരിയാണി വെച്ച് കൊടുത്തതായി ബുഖാരിയിലുണ്ടോ? അല്ല മറ്റെന്തെങ്കിലും സദ്യ കൊടുത്തത് ഹദീസിലുണ്ടോ? സുബ്ഹാനല്ലാഹ്, ചിലർക്ക് റസൂലുള്ള ചെയ്താലേ ബിരിയാണി പറ്റൂ. എന്നാൽ അവരൊരു പുതിയ വീടും ഉണ്ടാക്കി നിർമ്മിച്ച് അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ആ വീട്ടുമുറ്റത്തിന് കാണാൻ പാടില്ല കേട്ടോ. അള്ളാന്റെ റസൂൽ അങ്ങനൊരു ഗ്രഹപ്രവേശന പരിപാടി നടത്തിയിട്ടില്ല, അന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇതുപോലെ പറയട്ടെ, മകളെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ കല്യാണത്തിന് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്തത് ഹദീസിലുണ്ടോ? അതുണ്ടെങ്കിലേ പറ്റൂന്ന് പറയുന്നവരോടാണ് ചോദ്യം. ഇനിയും ഞാൻ പറയട്ടെ, അതാ മകളെ കല്യാണത്തിനൊരു ഖതീബിനെയും കൂട്ടി പോകുന്നത് കാണുന്നു നിക്കാഹ് നടത്താൻ. നമ്മളെ ഖതീബാകുമ്പോൾ തലപ്പാവുണ്ടാകും, അല്ലാത്തവരെ ഖതീബാകുമ്പോൾ അവർക്ക് തലപ്പാവുമില്ല, തൊപ്പിയുമില്ല, നീണ്ട താടിയുണ്ടാകും. എന്നാ മുസ്ലിമേ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളുടെ നിക്കാഹിന് പോകുമ്പോ, സഹാബത്ത് മകളെ നിക്കാഹിന് പോകുമ്പോ ഒരു ഖതീബിനെയും കൂട്ടിപ്പോയിട്ട് നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞൊരു സംഭവം ഹദീസിലുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊക്കെ എവിടുന്ന അനുവദനീയമായത്? ഇതൊക്കെ ബിദ്അത്തല്ലേ? അതെ, ഇതൊക്കെ തള്ളേണ്ടതല്ലേ? ബിദ്അത്തെല്ലാം തള്ളേണ്ടതെന്നല്ലേ വാദം? ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഖുർആൻ മതി. ആ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ് സന്തോഷ സമയത്ത് ചെലവഴിക്കണം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബി ദിക്രി മൗലിദി അഹ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ തന്നെ സഹോദരന്മാരെ ഇരിക്കട്ടെ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അതാ പരിശുദ്ധ ഖുർആൻ മുത്തഖീകളാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞു. ഇനി അതേ ഖുർആൻ തന്നെ പറയുന്നു മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം. അതാണ് മഹാന്മാരുടെ പ്രാർത്ഥന. ഖുർആൻ പഠിപ്പിക്കുന്നു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരണമെന്ന് മഹാന്മാർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാ പറയുന്നത്. അപ്പൊ മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം. ഇമാമീങ്ങളിലൂടെ ഖുർആൻ മനസ്സിലാക്കിയവർ പിഴച്ചു പോകൂല. അവര് സ്വർഗത്തിലാണ്, അവര് മുത്തഖീങ്ങളാണ്, ഖുർആൻ ഫലം ചെയ്യുന്നവരാണ്. അതേസമയത്ത് ഇമാമീങ്ങളെ തള്ളിയിട്ട് ഖുർആൻ നോക്കിയാലോ അവരതാ ഇസ്ലാമെന്ന് കുഫറിലേക്ക് ചാടി പോകുന്നു. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. അതാ അമ്പ് തെറിക്കും പോലെ ഇസ്ലാമിൽ നിന്ന് ഖുർആൻ ഓതി പറയുന്ന ഒരു കൂട്ടര് തെറിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലില്ലേ? ഖുർആനോദി പറയുന്നവര് തന്നെ പക്ഷേ ഇസ്ലാമിൽ നിന്ന് തെറിക്കുന്നു. എന്താ കാരണം? വിവരമുള്ളവരെ സ്വീകരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ട് അതവര് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബൂർ. തെളിവുകളെ സംബന്ധിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ അവലംബിച്ച് ജീവിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതാ സ്വന്തമായി തന്നെ ഖുർആൻ നോക്കി മതം പറയാൻ ഇറങ്ങിയവർ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് നീങ്ങുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഓർക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചു അതാ അർറാകിഊന സാജിദൂൻ 24 മണിക്കൂറും മനസ്സിലിങ്ങനെ പടച്ചവനെ ഓർമ്മിച്ചു നടന്നാൽ പോരാ, റുകൂഉം സുജൂദും ചെയ്തുകൊണ്ടുള്ള നിസ്കാരം തന്നെ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, ഫർളും സുന്നത്തും എടുക്കുന്നവരാകണം. അങ്ങനെ അർറാകിഊന സാജിദൂൻ. നിസ്കാരം ഖളാ ആക്കിയിട്ടൊരാത്മീയതയില്ല, നിസ്കാരം കൈയൊഴിച്ചിട്ടൊരു തരീഖത്തില്ല, അല്ലാഹുവിന്റെ ഇബാദത്ത് വിട്ടുകൊണ്ട് ഒരു തരീഖത്തുമില്ല, ഒരാത്മീയ വഴിയുമില്ല. പിന്നെയും റബ്ബ് പറയുന്നു അർറാകിഊന സാജിദൂന അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം, ചീത്തക്കാര്യം വിരോധിക്കുന്നവരാകണം. ആളുകൾ എന്തു ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്തിനാ പറയാൻ പോകുന്നത്, നമ്മൾ എന്തിനാ പ്രവർത്തിക്കാൻ പോകുന്നത്? ചിലരങ്ങനെയുണ്ട്. എന്തിനാണൊരു SYS, എന്തിനാണൊരു SSF, എന്തിനാണൊരു സംഘടന, എന്തിനാണൊരു പ്രഭാഷണം, എന്തിനാണൊരു ക്ലാസ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓ മുസ്ലിമേ, സ്വന്തമായി നന്നായി നടന്നാൽ പോരാ, ആത്മീയത നിലനിൽക്കണോ, ആത്മീയത ഉണ്ടാകണോ, റബ്ബുമായുള്ള വാഗ്ദത്തം നിറവേറ്റണോ, റബ്ബുമായി നടത്തിയ കച്ചവടം പുലർത്തണോ, അതാ അത് നടക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവുമായി നടത്തിയ കച്ചവടം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ അതിനാവശ്യമായ വിഷയങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. അൽആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കുന്നവനാകണം, ചീത്തക്കാര്യം വിരോധിക്കുന്നവനാകണം. സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ, ത്യാഗത്തിന് സന്നദ്ധരാകണം. അതേ അൽആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്. അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. ഈ 9 കാര്യമുള്ളവർ അവരാണ് ആത്മീയതയുള്ളവർ. ഇത് വിശാലമായൊരു വിഷയമാണ്. ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ എല്ലാ രംഗത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക രംഗം. ഒരു നയാകാശ് പോലും അല്ലാഹു പൊരുത്തപ്പെടാത്തത് കയ്യിൽ പെട്ടുപോകരുത്. വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എവിടെയും എപ്പോഴും മാനബത്തമിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി. ഹറാമിലൂടെ വളർന്നു വരുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ആനത്തു താലിബീനിലാണെന്ന് എനിക്ക് തോന്നുന്നു, അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു ദിക്റും ദുആക്കും നിൽക്കാതെ അബൂദുജാന റളിയല്ലാഹു അൻഹു ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഒരൊറ്റ ഓട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബൂദുജാന, നിനക്ക് അല്ലാഹുവിനോടൊന്നും പറയാനില്ലേ? അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയുണ്ട്, അതിന്റെ മേലെ ഈത്തപ്പഴം പഴുത്തിട്ടുണ്ട്. എന്റെ വീട് പട്ടിണി കിടക്കുന്ന വീടാണ്, എന്റെ മക്കൾ പട്ടിണിയിലാണ്. രാത്രിയിൽ ഈത്തപ്പഴം എന്റെ വീട്ടിന്റെ മുറ്റത്ത് കൊഴിഞ്ഞു വീണാൽ അതിരാവിലെ എന്റെ മക്കളെടുത്ത് തിന്നുപോകും നബിയെ. അത് അന്യന്റെ ഈത്തപ്പഴമാണ്. അത് ഭയപ്പെട്ടിട്ട് ഞാൻ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഇരുട്ടിൽ തന്നെ ഓടിപ്പോയി എന്റെ അയൽവാസിയുടെ ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ വളപ്പിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ ഓടുകയാണ് നബിയേ. എന്റെ മക്കൾ അന്യന്റേത് തിന്നുപോയാലോ? ഓ ബിസിനസ്സുകാരെ, ഓ തൊഴിലാളികളെ, ഓ മുതലാളിമാരെ,
സ്വർഗം വഅദ് പറയുന്ന മുസ്ലിയാർക്ക് മാത്രമല്ല, മുദർരിസിന് മാത്രമല്ല, മുഅല്ലിമിന് മാത്രമല്ല, സ്വർഗം എല്ലാ മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും വേണ്ടി അല്ലാഹു പടച്ചതാണ് കേട്ടോ. ബിസിനസ്സുകാരൻ മോശക്കാരനല്ല. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദ്ദീഖീന വസ്സുഹദാ. സത്യവാനായി നീതിമാനായി, അതേ നീതിമാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവൻ അമ്പിയാക്കളെ കൂടെയാ, സിദ്ദീഖീങ്ങളെ കൂടെയാ, ശുഹദാക്കളെ കൂടെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയാണ്. ജോലിയെടുക്കുന്നവൻ ഖൈറായ ഭക്ഷണം കഴിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയാണ്. അതേ സമയത്ത് അത്തുജാറു യുസ്തറൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ, ബിസിനസ്സുകാര് പടച്ചവന്റെ അടുക്കൽ തമ്മാടികളായി ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെയുമുണ്ടൊരു ഹദീസില്. പക്ഷേ ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇല്ല മനിത്തഖാവ ബർറ വസദഖ, അള്ളാഹുവിന് ഭക്തിയോടെ തഖ്വയോടെ ബിസിനസ് നടത്തിയവർക്കത് ബാധകമല്ല, പുണ്യം ചെയ്തവർക്കത് ബാധകമല്ല, സത്യം പറഞ്ഞവർക്കത് ബാധകമല്ല, സത്യം പറയാതെ കള്ളം പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തിയവർ, സുബ്ഹാനല്ലാഹ്, ജനങ്ങളോട് ഷെയർ വാങ്ങി ബിസിനസ് നടത്തുന്നവർ നന്നായി ആലോചിച്ചോളണം. ഷെയർ വാങ്ങി ബിസിനസ് വേണ്ടി ഷെയർ വാങ്ങി 3 മാസം മുമ്പ് പറഞ്ഞാൽ ഉടനെ കാശ് തരുമെന്ന് വാക്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 3 കൊല്ലം ചോദിച്ചിട്ടും ഷെയർ സംഖ്യ കിട്ടാത്തവരില്ലേ? ലാഭം ഇത്ര തരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ് പലിശയുടെ ഏർപ്പാട് നടത്തുന്നവരില്ലേ? ഹറാമും ഹലാലും നോക്കാതെ ബിസിനസ് നടത്തി പണം കൊഴുപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരില്ലേ? അന്യന്റെ പണം കൊണ്ട് ദൂർത്തടിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തേ ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ബിസിനസ്, ഹറാമും ഹലാലും ആലോചിക്കാത്ത ബിസിനസ്സുകൾ, എന്തോ ബിസിനസ്സുകൾ, ചെയിൻ ബിസിനസ്, ചങ്ങല ബിസിനസ്. ആർക്കാണ് ഇത് കൊടുക്കുന്നത്? എവിടുന്നാ വാങ്ങുന്നത്? എവിടെയാ ചേരുന്നത്? ഒന്നും നോക്കാതെ പണം കൊയ്യാൻ ചിന്തിക്കുന്നവർ ആലോചിക്കണം. റബ്ബിന്റെ മുമ്പിൽ കണക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി എന്ത് പറയും? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കണ്ടോ? സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് അപ്പുറത്തെ പറമ്പിലുള്ള ഈത്തപ്പനയിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴം കൊഴിഞ്ഞു വീണത് എന്റെ ചെറിയ മക്കൾ, വിവരമില്ലാത്ത കുഞ്ഞുമക്കൾ പെറുക്കി തിന്നുപോയാലോ? അത് ഇല്ലാതിരിക്കാൻ ഇരുട്ട് മാറുന്നതിന് മുമ്പ് മുറ്റത്തെത്താൻ വേണ്ടി ഞാൻ ദിക്റിനും ദുആക്കും നിൽക്കാതെ ഓടിപ്പോവുകയാണ് സുബഹിന്റെ ശേഷം. നബിയേ, അതല്ലേ സൂക്ഷ്മത? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാ ചോദിച്ചത്, ആ ഈത്തപ്പനയുടെ മുതലാളി ആരാണ്? ഉടമസ്ഥന്റെ പേര് കിട്ടിയപ്പോ അദ്ദേഹത്തെ വിളിച്ചു, ആ ഈത്തപ്പന നീ എനിക്ക് വിൽക്കുമോ? അബൂ ദുജാനയുടെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന നീ എനിക്ക് വിൽക്കുമോ? പകരം 10 ഈത്തപ്പന സ്വർഗത്തിൽ തരാം. പക്ഷെ ആ മനുഷ്യൻ വിഡ്ഢിയാണ്, മുനാഫിഖാണ്, വിശ്വാസമില്ലാത്തവനാണ്. അവനുടനെ പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, എന്റെ ഈത്തപ്പന ഞാൻ വിൽക്കും, പക്ഷേ റൊക്കത്തിനെ വിൽക്കൂ, കടത്തിന് വിൽക്കൂല. സ്വർഗത്തിൽ 10 തരൂതന കടമല്ലേ, കടത്തിന് വിൽക്കൂല, റൊക്കത്തിനെ വിൽക്കൂ. അവനൊരു അല്ലാത്ത ലക്ഷണം കെട്ടവൻ തന്നെ. അസ്സാദിഖുൽ വഅദിൽ അമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് സ്വർഗത്തിൽ ഈത്തപ്പന തരാമെന്ന് പറഞ്ഞിട്ടത് സ്വീകരിച്ചില്ല. അപ്പോഴാണ് വലിയ ഭാഗ്യവാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, അവന് പകരം 10 ഈത്തപ്പന ക്ലാസ് ഞാൻ കൊടുത്തോളാം, ഇവിടെ സ്വർഗത്തിലെ ഈത്തപ്പന എനിക്ക് തരണം നബിയേ.
കച്ചവടമടിച്ചു. സ്വർഗത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പന. ഈ മനുഷ്യന് ഇവിടെ തന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ വക 10 ഈത്തപ്പന. അബൂ ദുജാനയുടെ വീട്ടിലേക്ക് മുറ്റത്തേക്ക് ചാഞ്ഞി വെച്ചത് അബൂ ദുജാനയ്ക്ക് വിൽക്കണം. കച്ചവടമടിച്ച് തിരിച്ചുപോയ മനുഷ്യൻ അതാ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വലിയ ലാഭമുള്ള കച്ചവടം ചെയ്ത് വരികയാണ്. നമ്മളെ ഒരു ഈത്തപ്പന ഞാൻ വിറ്റു, 10 ഈത്തപ്പന അബൂബക്കറിനോടിങ്ങി വാങ്ങി. പിന്നെ നിനക്കൊരു കഥ കേൾക്കണോ? നമ്മളെ ഈത്തപ്പന നമ്മളെ പറമ്പിലല്ലേ ഉള്ളത്, അത് നമ്മളിട്ട് കൊടുക്കുകയും വേണ്ട. അങ്ങനെ നമുക്കതും നമ്മളത് തന്നെ. സുബ്ഹാനല്ലാഹ്. രാത്രി രണ്ടാളും സന്തോഷത്തോടെ കിടന്നു. നേരം വെളുത്തിട്ട് നോക്കുമ്പോ അത്ഭുതം തന്നെ. ജഅത്ലി ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അയൽവാസിയുടെ പറമ്പിലുള്ള ഈത്തപ്പന അതവിടെ കാണുന്നു. അത് നടന്ന് നടന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, സാമ്പത്തിക രംഗം വളരെയേറെ ശ്രദ്ധിക്കണം. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്. അതിരുവരമ്പുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ അംഗീകാരമുള്ളൂ. എങ്ങനെയും പണം സമ്പാദിക്കും, എന്നിട്ട് ലക്ഷക്കണക്കിന് വാരി കോരി കൊടുക്കും. മനുഷ്യ, ഹറാമിലൂടെ സമ്പാദിച്ച ഒരു നയാകാശും അല്ലാഹ് സ്വീകരിക്കൂല കേട്ടോ. ആ സദഖ കൊണ്ട് ഫലം കിട്ടൂല കേട്ടോ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹ് നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കൂ. ഈ ബോധം നമ്മളെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ആരും വേലി കിടക്കണ്ട. മഹാനായ അതാഉസ്സുലബി റളിയല്ലാഹു അൻഹു, അതാഉസ്സുലബി റളിയല്ലാഹു അൻഹു വളരെ ഭംഗിയുള്ളൊരു വസ്ത്രം നെയ്തുണ്ടാക്കി. വളരെ നന്നായി ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയ വസ്ത്രം അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പനക്ക് വെച്ചപ്പോ ഒരു തുണിക്കച്ചവടക്കാരൻ വന്നു. ആ തുണിയെല്ലാം ഒന്ന് ശരിക്ക് നോക്കി വിലയെന്ത് തരണമെന്ന് ചോദിച്ചു. അതിന് വില പറഞ്ഞപ്പോൾ തുണിയൊന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതത്രയൊന്നും വില തരില്ല, ഇതിൽ ഇന്ന ഇന്ന ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞ് തുണിയുടെ നെയ്ത്തിലുള്ള കുറെ നെയ്ത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചു. അതാഉസ്സുലബി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് പൊട്ടിപ്പൊട്ടിയങ്ങ് കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. തുണി കൊണ്ടുവന്ന് വിൽക്കാൻ കൊണ്ടുവന്ന മനുഷ്യൻ, നെയ്ത് കൊണ്ടുവന്ന മനുഷ്യൻ തുണിക്ക് വില കുറച്ച് പറയുമ്പോ പൊട്ടിക്കരയുന്നു. കച്ചവടം ചെയ്യാൻ വന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വില തന്നെ തരാൻ കരയണ്ട, നിങ്ങൾ അല്പം വില കുറഞ്ഞതിനിങ്ങനെ പൊട്ടിക്കരയേണ്ടതുണ്ടോ? അതാഉസ്സുലബി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മനുഷ്യ, ഞാൻ കരഞ്ഞത് എന്റെ തുണിയുടെ വില കുറഞ്ഞതിന്റെ പേരിലല്ല. ഞാൻ കരഞ്ഞതെന്താണെന്നറിയോ? ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഈ തുണി നെയ്തുണ്ടാക്കിയത്. ഒരു ന്യൂനതയും ആരും കണ്ടെത്തരുതെന്ന നിലക്ക് വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ തുണി നെയ്തുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കത് കാണിച്ചപ്പോ, തുണിയുടെ നോട്ടമറിയുന്ന നിങ്ങളെ മുന്നിലെത്തിയപ്പോൾ എന്റെ തുണിക്ക് എത്ര ന്യൂനതകളാണ്, പോരായ്മകളാണ്. ഞാനതിങ്ങനെ കേട്ടപ്പോൾ എന്റെ മനസ്സെന്റെ റബ്ബിലേക്ക് നീങ്ങി. ഓ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞവനല്ലേ ആത്മീയതയുള്ളവൻ. അതിലടക്കം അവര് തുണി നെയ്യും, അവര് തുണി വിൽക്കും, അവര് ബിസിനസ് നടത്തും, ജോലി എടുക്കും.
അവര് പലതും ചെയ്യും, പക്ഷേ ഒന്നിനൊന്നവരെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞതാണ്. അതാഉസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാ തുണിക്ക് കുറെ ന്യൂനത ചൂണ്ടിക്കാണിച്ചപ്പോ ഞാൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത് എന്താണെന്നറിയോ? തുണിയുടെ വില കുറഞ്ഞതല്ല പ്രശ്നം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്രയും ഞാൻ അധ്വാനിച്ച് പരിശ്രമിച്ച് ഈ തുണിനെ ഇതുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനെ മുന്നിലെത്തിയപ്പോ ഒരുപാട് ന്യൂനത കണ്ടതിനാൽ ഞാൻ വിചാരിച്ച വിലക്ക് നിങ്ങളത് എടുക്കാൻ തയ്യാറില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, പലതും സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ സഹീഹായ നിലക്ക്, ശരിയായ നിലക്ക് ചെയ്തുവെന്ന ധാരണ. എന്നാൽ എന്റെ പ്രവർത്തനങ്ങളുടെ, എന്റെ സൽക്കർമ്മങ്ങളുടെ ശരിയായ നോട്ടം നോക്കുന്ന രാജാവായ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ എന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടുപോയി ഞാനങ്ങ് സമർപ്പിക്കുമ്പോൾ അതിനെനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ സൽക്കർമ്മത്തെക്കുറിച്ച് എന്നെക്കാൾ അറിയുന്ന റബ്ബ് ആ സൽക്കർമ്മം ഒന്ന് നോക്കിയാൽ അവൻ അതിന് കണ്ടെത്തുന്ന ഐബുകളും പോരായ്മകളും ന്യൂനതകളും എത്രയായിരിക്കും? അല്ലാഹ് വളരെ സൂക്ഷ്മമായി ഞാൻ നെയ്തുണ്ടാക്കിയ തുണിക്ക് നോട്ടമറിയുന്ന നിങ്ങൾ ഇത്രയും ന്യൂനത കണ്ടെത്തിയെങ്കിൽ എന്റെ അമലും കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ സമീപിക്കുമ്പോൾ എന്റെ അവസ്ഥ എങ്ങനെയുണ്ടാകുമല്ലോ? അത് ചിന്തിച്ചിട്ടാണ് ഞാൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത്. ഈ തുണിയുടെ വിലയല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്റെ രാജാവിന്റെ അംഗീകാരമാണ്. എന്റെ രാജാവ് സ്വീകരിച്ചു കിട്ടലാണ്. അതാഉസ്ലമി തങ്ങൾ വീണ്ടും പൊട്ടിപ്പൊട്ടിക്കരയുന്നു. ഓ മുസ്ലിമീങ്ങളെ, സമ്മേളനം കഴിക്കുന്നുണ്ട്, ആണ്ട് കഴിക്കുന്നുണ്ട്, പ്രവർത്തനം നടത്തുന്നുണ്ട്, സംഘടനയുണ്ട്, വ്യക്തിപരമായ പ്രവർത്തനങ്ങളുണ്ട്, പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ രാജാവായ റബ്ബൊന്ന് കബൂൽ ചെയ്തെങ്കിലല്ലാതെ ഒന്നും ഫലവത്തല്ല കേട്ടോ. ഈ ചിന്തയിലാണ് സർവമഹാന്മാരും അവരെ മനസ്സ് വരിഞ്ഞു കെട്ടിയത്, അവിടെയാണ് അവരെ ചിന്ത ചുഴറ്റിയത്. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥാപനം കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുമ്പോഴും അതാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, ഞങ്ങളുടെ നാഥാ നീ ഇത് കബൂൽ ചെയ്യണേ, സ്വീകരിക്കണേ. കഅബ ശരീഫിന്റെ പണിയായാലും ചെയ്യുന്ന മനുഷ്യനിൽ നിന്ന് അല്ലാഹ് സ്വീകരിച്ചു കിട്ടിയില്ലെങ്കിൽ ഫലവത്തല്ലല്ലോ. സ്വീകരിച്ചു കിട്ടലാണ് വിഷയം കേട്ടോ. സൽക്കർമ്മമായതുകൊണ്ട് മാത്രം കാര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുത്തന്റെ പ്രസംഗം കൊണ്ട് കുറെ ആള് നന്നാകുന്നു, അപ്പോഴവൻ ചിന്തിക്കണം, ഞാനൊരു അരം പോലെ ആയിപ്പോയോ. അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനത്തിന്റെ സ്വഭാവം എന്താണ്? മൂർച്ചയില്ലാത്ത എത്രയോ ആയുധങ്ങൾക്ക് അരം വെച്ചിങ്ങനെ ഉരസിയാൽ ആയുധങ്ങൾക്കെല്ലാം മൂർച്ചം കിട്ടും. പക്ഷേ അരം എന്ന് പറയുന്ന ആയുധത്തിന്, ഒരു തക്കാളി മുറിക്കാനുള്ള ആയുധത്തിന് അതാ തക്കാളി മുറിക്കാനുള്ള മൂർച്ചയും പോലുമില്ല. പ്രസംഗിക്കുന്നവരാലോചിക്കണം, ഈ പാവപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കണം. വെറും അരം പോലെ മറ്റുള്ളവർക്ക് മൂർച്ചം കൂട്ടുന്ന വസ്തുവായി, സ്വന്തം മൂർച്ചയില്ലാത്ത വസ്തുവായി അതപ്പതിച്ചു പോയാൽ
റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത വിധം ചുരുട്ടി എറിഞ്ഞു പോയാൽ മനുഷ്യന്റെ അതാ സർവവും പരാജയപ്പെട്ടില്ലേ മുസ്ലിമീങ്ങളെ? അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ആത്മീയത പറയാൻ ഒരിക്കലും അനുയോജ്യനല്ല ഈ പാവപ്പെട്ടവൻ. ആത്മീയത പറയേണ്ടവരൊക്കെയുണ്ട്, അവരത് പറയട്ടെ, അവർക്കതിന് യോഗ്യതയുണ്ടാകാം. നമുക്കൊരു കാര്യം അറിയാം, ആത്മീയത പറയാനുള്ള യോഗ്യതയും അറിവും കഴിവും തന്റെ ഇടവും സാധുക്കളായ നമുക്കില്ല തന്നെ. അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാനായ കൊണ്ടൂർ ഉസ്താദ് അവറുകളുടെയും അവിടുന്ന് വളരെയേറെ ബഹുമാനിച്ച അതാ ഖുതുബുസ്സമാനി സയ്യിദ് അലവിൽ മംബുറമീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സാലിഹീങ്ങൾ അവരുടെ എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരട്ടെ. അഹങ്കാരത്തിന്റെ ചിന്തയില്ലാതെ, അസൂയയുടെ ചിന്തയില്ലാതെ, വൈരാഗ്യത്തിന്റെ ചിന്തയില്ലാതെ, വിദ്വേഷത്തിന്റെ ലാഞ്ചനയില്ലാതെ, ആരെയും തെറ്റിദ്ധരിക്കാതെ, തെറ്റിദ്ധാരണക്ക് കാരണമാകുന്ന വാക്കുകളും പ്രവൃത്തികളും പരമാവധി പറയാതെ, അല്ലാഹു തന്ന നാവുകൊണ്ട് കള്ളം പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഫിത്നയും ഫസാദും പറയാതെ, അനാവശ്യ സംസാരങ്ങളൊന്നുമില്ലാതെ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കാതെ, അല്ല തന്ന തൊള്ളയിലേക്ക് മദ്യം മോന്താതെ. ഓ ചെറുപ്പക്കാരെ, സീനത്തുൽ ഖബാല് കുടിക്കണം. ലഹരി കുടിക്കുന്നവൻ സീനത്തുൽ ഖബാല് കുടിക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. സീനത്തുൽ ഖബാൽ എന്താണ് നബിയെ? അതിന് മറുപടി പറഞ്ഞത് അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. നരകക്കാരുടെ ചലമാണത്, നരകക്കാരുടെ വിയർപ്പാണത്, നരകക്കാരുടെ നീരാണത്. ആരാ നരകക്കാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടിക്കൊല്ലാൻ വന്ന അബൂജഹലില്ലേ, സുബ്ഹാനല്ലാഹ്, നമ്രൂദില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലെറിഞ്ഞ നമ്രൂദില്ലേ, മൂസാ നബിയുടെ പിന്നാലെ ഓടിയ ഫിർഔനില്ലേ, അവരല്ലേ നരകക്കാര്? ആ നരകക്കാരെ ശരീരത്തിൽ നിൽക്കുന്ന ചലമാണ് സീനത്തുൽ ഖബാൽ. അതിൽ ലഹരി കുടിക്കുന്നവൻ കുടിക്കേണ്ടി വരും. അല്ലാഹ് അവനെ കുടിപ്പിച്ചേ അവനതാ അല്ലാഹ് അവന്റെ കടപ്പാടായി ഏറ്റെടുത്തതാണ്. ഞാൻ ലഹരി കുടിക്കുന്നവനെ സീനത്തുൽ ഖബാൽ കുടിപ്പിക്കും, അതേ നരകക്കാരുടെ ചലം കുടിപ്പിക്കും. ഓ ചെറുപ്പക്കാരാ, ഏത് ഘട്ടം വന്നാലും, ഏത് സുഹൃത്ത് വിളിച്ചാലും, ഏത് ന്യൂ ഇയർ ആഘോഷിച്ചാലും, ഏത് പെരുന്നാൾ ആഘോഷിച്ചാലും നീ അബൂജഹലിന്റെ ചലം കുടിക്കാനുള്ള വകുപ്പുണ്ടാക്കല്ലേ. നമ്രൂദിന്റെ ചലം കുടിക്കാൻ നീ വകുപ്പുണ്ടാക്കല്ലേ. ഓ ചെറുപ്പക്കാരാ, യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ മൂടി വെച്ചത് റബ്ബ് അറിയുന്നുണ്ട്. നിന്റെ മൊബൈൽ ഫോണിൽ അന്യപെണ്ണിന്റെ ചിത്രം കയറ്റി വെച്ചിട്ട് നീ ഉസ്താദിന് മൂടി വെച്ചു അല്ലേ, നേതാവിന് മൂടി വെച്ചു അല്ലേ, ബാപ്പന്റെ മുന്നിൽ മൂടി വെച്ചു അല്ലേ? നിന്റെ റബ്ബ് കാണുന്നത് നീ ആലോചിച്ചില്ല അല്ലേ? എല്ലാവരും കിടന്നുറങ്ങുമ്പോ നിന്റെ ഭാര്യ പോലും കേൾക്കാതെ നീ അന്യപെണ്ണിനോട് സംസാരിച്ചു അല്ലേ? നിന്റെ റബ്ബ് കാണുന്നത് നീ ആലോചിച്ചില്ല അല്ലേ? ഓ മനുഷ്യ, മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, അനാവശ്യ വാക്കില്ലാതെ, ചിന്തയില്ലാതെ, റബ്ബേ എനിക്ക് റബ്ബിന്റെ പൊരുത്തം വേണം, പൊരുത്തം വാങ്ങാൻ പറഞ്ഞവരെ പൊരുത്തമെല്ലാം വേണം, എനിക്ക് സാലിഹീങ്ങളെ പൊരുത്തം വേണം, ഔലിയാക്കളെ പൊരുത്തം വേണം, അമ്പിയാക്കളെ പൊരുത്തം വേണം, മലായികത്തിന്റെ പൊരുത്തം വേണം, സജ്ജനങ്ങളെ പൊരുത്തം വേണം, ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, സാദാത്തുക്കളെ
മക്കളെ പൊരുത്തം വേണം, എനിക്കെന്റെ ബാപ്പന്റെ പൊരുത്തം വേണം, എന്റെ ഉമ്മയുടെ പൊരുത്തം വേണം. ഓ മുസ്ലിമേ, നീ ഒരൽപ്പം ആരോഗ്യം വന്ന് ചെറുപ്പക്കാരനായി കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന സമയമായപ്പോ നിന്റെ ബാപ്പ അറിയാതെ നീ ഒരു പെണ്ണിനെ കണ്ടുവെച്ചു, അല്ലെങ്കിൽ അതാ ഉമ്മ അറിയാതെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ പ്ലാൻ ചെയ്തു. ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് പലപ്പോഴും. ഞാൻ വേദനയോടെ പറയട്ടെ, പോറ്റി വളർത്തിയ ബാപ്പ, വളരെയേറെ കഷ്ടപ്പെട്ട ഉമ്മ, ആ ഉമ്മയും ബാപ്പയും മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നോട് അനുയോജ്യമായ ഒരു നല്ല വിവാഹത്തിന് എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോ, എന്റെ മകൾക്ക് അനുയോജ്യമായ ഭർത്താവ് വേണമെന്ന് ആലോചിക്കുമ്പോ കേൾക്കുന്നു, എന്റെ മകള് മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ ബന്ധമാണ്, എന്റെ മകനതാ മറ്റൊരു പെണ്ണിന്റെ കൂടെ ബന്ധമാണ്. അന്വേഷിക്കുമ്പോൾ അത് സത്യമാണെന്ന് കേൾക്കുമ്പോ മനസ്സ് പൊട്ടിയിട്ട് ഞാൻ പറയട്ടെ, എന്റെ അനുഭവമാണ്. പലരും വന്നെന്നോട് തന്നെ പറയാറുണ്ട്, ഉസ്താദേ എത്ര പൈസ വേണമെങ്കിലും സിറാജുൽ ഹുദയിൽ നേർച്ച തരാം, എന്റെ മകന്റെ മനസ്സൊന്ന് നന്നായി കിട്ടണം, മാറി കിട്ടണം, എന്റെ മകളെ മനസ്സൊന്ന് മാറി കിട്ടണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും ആരെന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവരതാ സ്വന്തമായി ഇണകളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നാലില്ല, ഒരൽപ്പ ദിവസം ഭക്ഷണം കൊടുത്ത നായ അതേ മുതലാളിയെ കാണുമ്പോൾ അത് വാലാട്ടുന്ന നന്ദി കാണിക്കുന്നുണ്ട്. പുല്ലിട്ട് കൊടുത്ത അതാ എരുമ, പുല്ലിട്ട് കൊടുത്ത പശു, ആ പശുവിന്റെ അടുക്കൽ ചെന്ന് കാലിന്റെ സമീപത്തിരുന്ന് പാല് കറക്കുമ്പോ ക്ഷമിച്ചുകൊണ്ടത് പാല് കൊടുക്കുന്നുണ്ട്. മൃഗങ്ങൾ നന്ദി കാണിക്കുന്നുണ്ട്, നായകൾ നന്ദി കാണിക്കുന്നുണ്ട്, സസ്യങ്ങൾ നന്ദി കാണിക്കുന്നുണ്ട്. പോറ്റി വളർത്തിയ മനുഷ്യൻ തലയിൽ നിന്ന് തേങ്ങ പറിച്ചു പോകുമ്പോ ഒരു തെങ്ങും പ്രതിഷേധമറിയിക്കുന്നില്ല. എല്ലാ ജീവികളും സസ്യങ്ങളും നന്ദി ചെയ്യുന്നുണ്ട്. എന്നാൽ പടച്ച റബ്ബ് പ്രത്യേകം പറഞ്ഞ നന്ദി, അനിസ്കുറുലി വലിവാലിദൈക്ക്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ, ഉമ്മ ബാപ്പക്ക് നന്ദി ചെയ്യണേ. ആ നന്ദിയുടെ ഗൗരവം മനസ്സിലാക്കിയോ ചെറുപ്പക്കാരാ? നിന്നെയും എന്നെയും പടച്ച റബ്ബുമായുള്ള സംഭാഷണമല്ലേ നിസ്കാരം. ആ നിസ്കാരം സുന്നത്താണോ? ബാപ്പ വിളിച്ചാൽ ബാപ്പയുടെ വിളിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ ബാപ്പയ്ക്ക് മനക്ലേശമുണ്ടാകുമെന്ന് കണ്ടാൽ, ഉമ്മ വിളിച്ചിട്ട് ഉത്തരം ചെയ്തില്ലെങ്കിൽ ഉമ്മാക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുമെന്ന് കണ്ടാൽ, നിസ്കാരം ബാത്തിലാക്കിയിട്ട് ഉമ്മാക്ക് ഉത്തരം ചെയ്യണം, ബാപ്പാക്ക് ഉത്തരം ചെയ്യണം. ഹജ്ജിന് വേണ്ടി വിളിച്ചത് അള്ളയാണ്, അതവന്റെ വീടാണ്. പക്ഷേ ബാപ്പ ഉമ്മന്റെ സമ്മതമില്ലാതെ ഹജ്ജിനും പുറപ്പെടേണ്ടതില്ല. സുന്നത്താണെങ്കിൽ പുറപ്പെടാൻ പാടില്ല. അത്രയും നന്ദി ബാപ്പയോടും ഉമ്മയോടും കാണണമെന്ന് അള്ള തന്നെ പറഞ്ഞിട്ട്, സുബ്ഹാനല്ലാഹ്, ബാപ്പയും ഉമ്മയും കുടുംബവും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ എനിക്ക് അല്ലാഹു തരുമെന്ന ചിന്തയില്ലാതെ, അതുപോലെ അതാ ബാപ്പയും ഉമ്മയും കുടുംബവും ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിനെ എനിക്കല്ല തരുമെന്ന ചിന്തയില്ലാതെ ഏതെങ്കിലും പ്രലോഭനത്തിന്റെയോ ഏതെങ്കിലും പണത്തിന്റെയോ പിന്നാലെ, അതാ കള്ളവാഗ്ദത്തങ്ങളെ പിന്നാലെ ചിന്തിച്ചിട്ട് ബാപ്പയെ വിട്ട് അതാ അന്യപുരുഷന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ? ബാപ്പ ഉമ്മയെ തള്ളിയിട്ട് കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരില്ലേ? ആത്മീയ രംഗം പാടെ തകർന്ന ഈ ആഖിർ സമാനിലല്ലേ നമ്മളുള്ളത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, മദ്യത്തിലേക്ക് പോകാതെ, മറ്റുള്ള തെമ്മാടിത്തത്തിലേക്ക് നീങ്ങാതെ, കുടുംബത്തെ കുറവാക്കാതെ, ബാപ്പന്റെ മനസ്സ് വേദനിപ്പിക്കാതെ, ഉമ്മന്റെ മനസ്സ് വേദനിപ്പിക്കാതെ, അല്ലാഹുവിന് നന്ദി ചെയ്ത്, ഉമ്മ ബാപ്പമാർക്ക് നന്ദി ചെയ്ത്, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിച്ച് വെറുക്കേണ്ടതിനെ വെറുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം കേട്ടോ.
റബ്ബേ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർക്കും അവരെ സന്താന പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെയും ആത്മീയ